ഹലോ! അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തങ്ങാപ്പുളിയാണ്. അപ്പൊ മത്തങ്ങാപ്പുളിക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം മഞ്ഞപ്പൊടി, ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം. അതിന്റെ കൂടെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ചേർക്കേണ്ടതാണ് പുളിവെള്ളം. അപ്പൊ പുളിവെള്ളം ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് 5, 6 കൊച്ചുള്ളി ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്കതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് വാടിയാൽ മതി. ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും വെള്ളവും ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തക്കാളി ഇടാൻ മറന്നുപോയി. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയുടെ പച്ചമണം എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് വാട്ടി നല്ലൊരു പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. അത് നമുക്ക് ആ കറിയിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കേണ്ടവർക്ക് കുറുക്കിയെടുക്കാം, അല്ലാത്തവർക്ക് ലൂസായിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ പുളിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് നമുക്ക് മത്തങ്ങ കിട്ടുമ്പോൾ നമ്മളത് വെറുതെ കളയേണ്ട ആവശ്യമില്ല.